എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണിക്ക് കഴിക്കുന്ന പലഹാരം, അതായത് അവിൽ വിളയിച്ചാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 2 കപ്പ് അവിൽ, ഒരു തേങ്ങ, ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ, വലുതാണെങ്കിൽ ഒരു മുറി എടുക്കാം, ഒരു പഴം, നല്ല പഴുത്ത ഒരു പഴം, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ഒരു 100 ഗ്രാം ശർക്കര ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച്, നെയ്യ്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അവിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അവിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അവിലൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല വെള്ള അവിലാണ്. ഇതൊക്കെ മിക്കുള്ളവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അവിലിവിടെ ചൂടായിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പാനിൽ തന്നെ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് ചെറിയതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ രീതിയിൽ മൂത്താൽ മതി. തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഇവിടെ ചെറിയ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്, അതായത് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ കുറച്ച് മതി. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പം മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. 2 ഏലക്കായും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലോട്ട് കോരി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് പഴവും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴുത്ത പഴമാണ് ആയിരുന്നാൽ കൂടി നല്ലതാണ്, പെട്ടെന്ന് വെന്ത് വരും. പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉരുക്കി മണ്ണ് കളഞ്ഞില്ല. ഇതിൽ മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അല്ലെങ്കിൽ ശർക്കര ഉരുക്കി അതിൻ്റെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ മണ്ണ് കാണും. ഇതിലതൊന്നുമില്ല. ശർക്കര ഇവിടെ റെഡിയായപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവിലിട്ട് തേങ്ങയും പഴവും ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ശർക്കരയൊക്കെ ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അവിൽ വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം.